സ്വർഗം തുറക്കണേ. ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും മാറാനാത്ത എന്ന സെഹിയോൻ ടെലിവിഷൻ ശുശ്രൂഷയിലേക്ക് അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം നേരുന്നു. ഹല്ലേലൂയ. ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം നമുക്ക് ലഭിക്കാൻ, അവിടുത്തെ വചനം കേൾക്കുമ്പോൾ ഒരുപടി കൂടി വിശ്വാസത്തിൽ വളരാൻ കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രഭാതത്തിൽ തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അടിയങ്ങളിലേക്ക് അയക്കണമേ. പ്രാർത്ഥിക്കാൻ അഭിഷേകം നൽകണമേ, സ്നേഹിക്കാൻ അഭിഷേകം നൽകണമേ. വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നിറച്ചു നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ധ്യാനിക്കുന്നത് റോമാലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ്. അവിടെ പൗലോസ്ലീഹ റോമായിലെ സഭയോട് പ്രകാരം പറയുകയാണ്, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യ ജീവൻ പ്രദാനം ചെയ്യും. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാനുള്ള കൃപയും അഭിഷേകവും അതിനുള്ള വലിയ ആഗ്രഹവും ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് പഴയ നിയമത്തിലെ തോബിത്തിനെ കുറിച്ചാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ തോബിത്തിനെ കുറിച്ച് മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിച്ച് നിത്യജീവൻ പ്രാപിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തോബിത്ത്. തോബിത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു, അത് സ്ഥിരമായിട്ട് ചെയ്തു. പക്ഷേ തോബിത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടിക്കൂടി വന്നു. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് 1-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 5-6 വാക്യങ്ങളിൽ. അവിടെ തോബിത്ത് പ്രകാരം പറയുകയാണ്, വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽ കാളക്കുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു. എൻ്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിൻ്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജെറുസലേമിൽ പോയി. ആദ്യഫലങ്ങളും വിളവിൻ്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തെങ്കിൽ അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു. ഇപ്പൊ തോബിത്ത് പറയുകയാണ്, തോബിത്തിന്റെ പിതൃഭവനം അവര് പോലും 1-ാം പ്രമാണത്തെ ലംഘിച്ചു, അവര് പോലും കാളക്കുട്ടിക്ക് ബലി അർപ്പിച്ചു. പക്ഷെ തോബിത്ത് പറയുകയാണ്, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ എൻ്റെ ദശാംശം കൊടുത്തു. ആട്ടിൻകുട്ടിയുടെ രോമം കത്തിരിക്കുമ്പോൾ ആദ്യത്തെ ഓഹരി ഞാൻ പുരോഹിതന്മാർക്ക് ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുപോയി ഞാൻ സമർപ്പിച്ചു. ഞാൻ 1-ാം പ്രമാണത്തെ ലംഘിച്ചില്ല. ഇങ്ങനെ ദൈവത്തിന്റെ പ്രമാണം അഭംഗുരം പാലിക്കുന്നതിൽ ഒരു സ്ഥിരതയുള്ള വ്യക്തിയായിരുന്നു തോബിത്ത്. തോബിത്തിന്റെ കുടുംബക്കാര് പോലും പൂർവികര് പോലും ദൈവത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചവരാണ്. ഒരു പക്ഷേ വചനം കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ചില കുടുംബങ്ങളിൽ പൂർവികര് പോലും തമ്പുരാന്റെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് 1-ാം പ്രമാണത്തെ ലംഘിച്ച് കടന്നുപോയ വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു തോബിത്താകാൻ വിളിക്കപ്പെട്ടവളാണ്. നിന്റെ കുടുംബത്തിൽ ആര് പാപം ചെയ്താലും നീ ചെയ്യാതെ ജീവിച്ചാൽ നിന്നിലൂടെ ദൈവം അങ്ങോട്ട് അനുഗ്രഹിക്കും. നീ സൽക്കർമ്മത്തിൽ സ്ഥിരതയുള്ള ഒരു വ്യക്തിയായെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ തമ്പുരാന്റെ നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായിട്ട് തോബിത്ത് പാലിച്ചെങ്കിലും തോബിത്തിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും വരികയാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, തടവുകാരനായി നിനവയിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല.
ഇങ്ങനെ ദൈവത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു തോബിത്തെങ്കിലും തോബിത്തിന്റെ ജീവിതത്തിൽ പോലും അടിമത്തം, തടവ്. അദ്ദേഹം തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു. തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടപ്പോൾ പോലും തോബിത്ത് പാപത്തിലേക്ക് വീണില്ല. വിജാതിര് ഭക്ഷിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹം കഴിച്ചില്ല. തുടർന്ന് ബൈബിളിൽ പറയുകയാണ്, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. 12-ാമത്തെ വാക്യം വളരെ മനോഹരമായൊരു വചനമാണ്, നമ്മൾ കേട്ട് കാണുമായിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് ഞാൻ പാപം ചെയ്തില്ല, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടുപോയില്ല. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ തോബിത്തിന് ശക്തിയും ബലവും കൊടുത്തത് അവിടുത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് ഈ തോബിത്തിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ തോബിത്ത് വീണ്ടും ഇപ്രകാരം പറയുകയാണ്. അതിനെ 16-17 വാക്യങ്ങളിൽ തോബിത്ത് എത്രമാത്രം സൽക്കർമ്മം സ്ഥിരമായിട്ട് അനുഷ്ഠിച്ചു, എന്തുമാത്രം നന്മ ചെയ്യാനായിട്ട് ദൈവം കൃപ കൊടുത്തു എന്ന് തോബിത്തിനെ വിശദീകരിക്കുകയാണ്. ഷൽമനേസറിന്റെ കാലത്ത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, നഗ്നർക്ക് വസ്ത്രം നൽകുകയും എൻ്റെ ജനത്തിൽ ആരുടെയെങ്കിലും മൃതശരീരം നിനവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ സംസ്കരിക്കുമായിരുന്നു. ഇപ്പൊ തോബിത്ത് നഗ്നനെ വസ്ത്രം ധരിപ്പിച്ചു, വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അതുപോലെ അദ്ദേഹത്തിന്റെ വംശത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിനവയുടെ മതിലിന്റെ വെളിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഓടിപ്പോയി സംസ്കരിക്കും. ഇങ്ങനെ ഓടിപ്പോയി സംസ്കരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കാരണം രാജാവിന് അത് ഇഷ്ടമില്ല. രാജാവിന്റെ ആജ്ഞപ്രകാരം ഒരുപക്ഷെ അദ്ദേഹത്തിന് കിങ്കരന്മാർ വധിച്ചു കളഞ്ഞ് ഈ വ്യക്തികളുടെ മൃതശരീരം എടുത്ത് സംസ്കരിക്കുന്നത് രാജാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ രാജാവിന്റെ ഈ കൽപ്പന അങ്ങോട്ട് തോബിത്ത് അവഗണിച്ചു. തോബിത്ത് പാവങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി രാജകൽപ്പനയെ ധിക്കരിച്ച് ഈ മൃതശരീരങ്ങൾ അടക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ രാജാവ് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഉത്സാഹിക്കുകയാണ്. അദ്ദേഹത്തെ കൊല്ലാനായിട്ടും വീണ്ടും നാടുകടത്താനായിട്ടും രാജാവ് പരിശ്രമിച്ചു. ശ്രദ്ധിച്ചേ, സൽക്കർമ്മത്തിൽ ഒരു വ്യക്തി സ്ഥിരതയോടെ നിൽക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നെങ്കിലും തോബിത്ത് എന്ന വ്യക്തിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചില്ല. അവൻ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്നു. അതാണ് നമ്മൾ ആദ്യം കേട്ട വചനം, റോമ 2:7. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. നീ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവ പൈതലാണ്. നീ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവമകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ ദൈവമായ കർത്താവ് ഈ ദിവസം നമ്മുടെ മുമ്പിൽ തോബിത്തിനെ മാതൃകയാക്കി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തോബിത്തിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാവുകയാണ്. അങ്ങനെ ഒരിക്കൽ പ്രിയപ്പെട്ടവരെ തോബിത്ത് തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെന്നു. തോബിത്തിന് ഭാര്യയും മകനും മാത്രം അവശേഷിച്ചു. ഭാര്യയുടെ പേര് അന എന്നാണ്, മകന്റെ പേര് തോബിയാസ് എന്നാണ്. ഈ മകനും ഭാര്യയും മാത്രമേ തോബിത്തിന് ഇപ്പൊ ബാക്കിയുള്ളൂ. സ്വത്തെല്ലാം രാജാവ് കണ്ടുകെട്ടി. കാരണം അവൻ നന്മ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് രാജാവ് പോലും അവനെ ഇപ്പോൾ അവഗണിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം തോബിത്ത് ഒരു സദ്യയിൽ പങ്കെടുക്കുകയാണ്. വീട്ടിൽ വെച്ച് തന്നെ ഒരു മനോഹരമായ സദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭക്ഷണം മുമ്പിൽ വിളമ്പി വെച്ചപ്പോ ഉടൻ തന്നെ തോബിത്ത് തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മോനെ തോബിയാസേ, നമ്മുടെ വംശത്തിൽപ്പെട്ട ദൈവവിചാരമുള്ള ദരിദ്രന്മാരെ നീ കണ്ടുപിടിച്ച് നീ ഉടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാവപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ തോബിത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് പാവങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും തോബിത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഉടനെ കൊച്ചു തോബിയാസ് ഓടുകയാണ്. ഓടിപ്പോയി പാവപ്പെട്ടവരെ വിളിച്ചു കൂട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആരോ കഴുത്തു ഞെരിച്ച് ഇതാ ഒരു വ്യക്തി കൊല്ലപ്പെട്ട് കിടക്കുന്നു. കൊച്ചു തോബിയാസിന് സങ്കടമായി. കൊച്ചു തോബിയാസ് ഓടി വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ, ഇതാ വഴിയരികിൽ ഒരാള് കൊല്ലപ്പെട്ട് കിടക്കുന്നു, അയാളെ നമുക്ക് സംസ്കരിക്കണ്ടേ? അന്നത്തെ കാലഘട്ടം അനുസരിച്ച് മരിച്ചുപോയ വ്യക്തിയെ സംസ്കരിക്കുക എന്നുള്ളത് വളരെ കുലീനമായ, വളരെ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ്. ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ തോബിത്ത് ആ ഭക്ഷണം അവിടെ വെച്ച് തോബിത്ത് ഓടുകയാണ്.
നന്മ ചെയ്യാൻ വേണ്ടി ഓടുകയാണ്. സൽക്കർമ്മത്തിൽ സ്ഥിരതയുള്ള ഒരു വ്യക്തി മഹത്വം അന്വേഷിക്കും, അക്ഷയത്വം അന്വേഷിക്കും, ബഹുമാനം അന്വേഷിക്കും. അദ്ദേഹം അന്വേഷിച്ചു പോവുകയാണ്. മഹത്വം അന്വേഷിച്ച് ഇത് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി അടക്കാൻ വേണ്ടി തോബിത്ത് ഓടിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വ്യക്തിയെ കൊണ്ടുപോയി സംസ്കരിച്ചതിന് ശേഷം കുളിക്കാതെ വീട്ടിൽ കയറാനായിട്ട് പറ്റുകയില്ല. എന്നത്തെ നിയമം അനുസരിച്ച് തോബിത്ത് വഴിയരികിൽ കിടക്കുകയാണ്. വഴിയരികിൽ കടന്ന് ശാന്തമായിട്ട് തോബിത്ത് ഉറങ്ങാനായിട്ട് ആരംഭിച്ചു. 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എൻ്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങളുണ്ടായി. പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എലിമായിസിലേക്ക് സ്ഥലം മാറി പോകുന്നത് വരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു. നോക്കിയേ, ഇങ്ങനെ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് തോബിത്തിന്റെ ജീവിതത്തിൽ വീണ്ടും ഇടുത്തി പോലെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അദ്ദേഹം അന്ധനായിട്ട് മാറി. അദ്ദേഹത്തിന്റെ 2 കണ്ണുകളിലേക്ക് ഒരു പടലം വന്നു. കുരുവികൾ കാഷ്ടിച്ചതിലൂടെ അദ്ദേഹത്തിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അദ്ദേഹത്തിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഭാര്യ അന്ന, അവര് ഇതാ മറ്റുള്ള വീടുകളിൽ കൂലിപ്പണിക്ക് പോവുകയാണ്, അടുക്കള പണിക്ക് പോവുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകൾ വന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, തോബിത്ത് സൽക്കർമ്മത്തിൽ സ്ഥിരതയോടുകൂടി നിലനിൽക്കുകയാണ്. അദ്ദേഹം തളർന്നില്ല, അദ്ദേഹം തകർന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അപരനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് സൽക്കർമ്മത്തിൽ തീഷ്ണത. ഒരുപക്ഷെ വചനം കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ചില ജീവിതങ്ങളെങ്കിലും ഒരുപാട് നന്മ പ്രവർത്തി ചെയ്തിട്ടും ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടത എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തോബിത്തിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കഷ്ടപ്പാടും വേദനകളും സങ്കടമുള്ള തോബിത്ത് ചങ്കുപൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 3-ാമത്തെ അധ്യായത്തിൽ. തോബിത്ത് ദൈവത്തോട് ഹൃദയം നുറുങ്ങി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, ദൈവമേ, നീ എന്നെ കാണണമേ, എൻ്റെ പൂർവികർ ചെയ്ത തെറ്റുകൾ നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പൂർവികർക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി തോബിത്ത് പ്രാർത്ഥിക്കുകയാണ്. തോബിത്ത് തമ്പുരാന്റെ സന്നിധിയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തോബിത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ മകനായ തോബിയാസിനെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവൻ ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ആരംഭിക്കുകയാണ്. നിങ്ങൾ തിരിച്ചറിയണം, ജീവിതത്തിൽ കഷ്ടപ്പാടും തകർച്ചകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വന്നപ്പോഴും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് ഈ തോബിത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്റെ മകനെ വിളിച്ച് അവൻ ഉപദേശം കൊടുക്കുകയാണ്. മോനെ, സൽക്കർമ്മത്തിൽ നീയും സ്ഥിരതയോടെ നിലനിൽക്കണം, നീ പാവങ്ങളെ സ്നേഹിക്കണം, നീ ദാനധർമ്മം ചെയ്യണം, നിന്റെ അമ്മയെ നീ ആദരിക്കണം, നീ മറ്റുള്ളവരോട് നീതിയോടെ പെരുമാറണം, പണിക്കാർക്ക് കൂലി നീ കൃത്യസമയത്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവർ, അവനെ വിളിച്ച് ഒരു നീണ്ട ഉപദേശം കൊടുക്കുകയാണ്. 4-ാമത്തെ അധ്യായം മുഴുവനും ഈ വചനം കേൾക്കുന്ന ഓരോ മാതാവും ഓരോ പിതാവും അധ്യായം വായിച്ചു നോക്കണം. മക്കൾക്ക് ഉപദേശം കൊടുക്കണം തോബിത്തിനെ പോലെ. ഹല്ലേലൂയ. അതിന്റെ 4-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വളരെ മനോഹരമാണ്. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അപ്പൻ മോനോട് പറയാണ്, മോനെ, നമുക്കിപ്പോ തകർച്ചയുണ്ട്, കഷ്ടപ്പാടുണ്ട്, കൂലിവേലയ്ക്ക് പോവുകയാണ്, എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, തടവുകാരായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. എങ്കിലും മോനെ, നിനക്ക് ദൈവഭക്തി ഉണ്ടായിരിക്കുകയും നീ നന്മ പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ദൈവത്തിന് ഇഷ്ടമായത് പ്രവർത്തിക്കാൻ നീ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് വലിയ സമ്പത്ത് കൈവരും, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് മകനെ വിളിച്ച് ഉപദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു അപ്പൻ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്നപ്പോ ആ അപ്പൻ തന്റെ മകന് ഉപദേശം കൊടുക്കുന്നു, മകന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്ത് സംഭവിച്ചു? ദൈവമായ കർത്താവ് ഈ അപ്പന്റെ പ്രാർത്ഥന കേട്ട് ഈ അപ്പന്റെ സൽക്കർമ്മത്തിൽ സംപ്രീതനായി അവനെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ നേരിട്ടയക്കുകയാണ്, റഫായേൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റാഫേൽ മാലാഖ ആ കുടുംബത്തിലേക്ക് അത്ഭുതകരമായിട്ട് കടന്നു വരുന്നു. നിന്റെ കുടുംബത്തിൽ മാലാഖ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ദൈവം തന്റെ മാലാഖയെ നിന്റെ കുടുംബത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കണം.
കുറച്ചു കാലമൊക്കെ നന്മ ചെയ്തു, കുറച്ച് തകർച്ചയും ബുദ്ധിമുട്ടുണ്ടായി, ഒരുപക്ഷെ ചില കടബാധ്യതകൾ വന്നു. അപ്പോൾ സൽക്കർമ്മങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഈ ദൈവത്തിന് കണ്ണൊന്നുമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നീ അവസാനിപ്പിച്ച് നീ തോബിത്തിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നീ തമ്പുരാനോ സന്നിധിയിൽ എളിമപ്പെടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് ബഹുമാനവും മഹത്വവും അക്ഷയത്വവും നീ അന്വേഷിച്ചാലേ നിനക്ക് നിത്യജീവൻ അവിടെ നിന്ന് തരികയുള്ളൂ. തോബിത്ത് അത് അന്വേഷിച്ചു. തോബിത്ത് പിടിച്ചു നിന്നു. തോബിത്ത് സൽക്കർമ്മം വീണ്ടും വീണ്ടും ചെയ്തു. പാവങ്ങളെ ആഴത്തിൽ സ്നേഹിച്ചു. ദൈവത്തെക്കുറിച്ചൊരു ഓർമ്മയുണ്ടായി. കൽപ്പനകൾ ലംഘിച്ചില്ല. വേദനയുടെ ദുരിതത്തിൽ പോലും മകൻ അടുത്തേക്ക് വിളിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ആ കുടുംബത്തിൽ ദൈവദൂതൻ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ദൈവദൂതൻ ഇറങ്ങി വന്ന് ആ കുടുംബത്തിന്റെ തകർച്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിള് പറയാ റാഫേൽ മാലാഖ് എന്തിനാ വന്നതെന്ന് 3-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കാൻ, റഘുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാൻ, അസ്മാദേവോസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിന്റെ തകർച്ച, അവരുടെ തൊട്ടയൽപക്കത്തുള്ള അടുത്തുള്ള കുടുംബത്തിന്റെ തകർച്ച എല്ലാം മാറ്റുവാൻ ദൈവമായ കർത്താവ് റഫായേൽ മാലാഖയെ നിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകും. ദൈവം കുറച്ചു കാലത്തേക്ക് നമ്മളെ പരീക്ഷിക്കുമായിരിക്കും. ദൈവം പരീക്ഷണത്തിന് നമ്മളെ അനുവദിക്കുമായിരിക്കും. പക്ഷേ അതിൽ നമ്മൾ സ്ഥിരതയോടെ നിലനിന്നാൽ ദൈവം നമ്മളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം: നന്മ ചെയ്യുന്നതിലും നമുക്കുള്ളവ പങ്കുവെക്കുന്നതിലും നമ്മൾ ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. നന്മ ചെയ്യണം, സൽക്കർമ്മങ്ങൾ സ്ഥിരതയോടെ ചെയ്യണം. ആ ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. ദൈവം ദൂതനെ അയക്കും. ദൈവം ദൂതനെ കുടുംബത്തിലേക്ക് അയക്കും. പ്രിയപ്പെട്ടവരെ, സംശയമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തകർച്ചകളിലേക്ക് ദേവദൂതൻ കടന്നു വരും. നമ്മുടെ ബുദ്ധിമുട്ടുകളിലേക്ക് ദേവദൂതൻ കടന്നു വരും. റാഫേൽ മാലാഖ കടന്നു വന്ന് തോബിത്തിന്റെ കുടുംബത്തിലെ കഷ്ടതകളെ അങ്ങോട്ട് നീക്കി, തോബിത്തിന്റെ അന്ധത മാറ്റി, തോബിയാസിന് വധുവായി സാറായെ നൽകി. ആ കുടുംബത്തിൽ എല്ലാ മേഖലകളിലും സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകാൻ ദൈവദൂതൻ കടന്നു വന്നതുപോലെ നിന്റെ കുടുംബം സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ്ലീഹ തിമോത്തിക്കെതിരെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കൊച്ചു തിമോത്തിയോട് ഇപ്രകാരം പറയുകയാണ്: മോനെ തിമോത്തി, നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ കാത്തു സൂക്ഷിക്കണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന നിധികൾ, സൽക്കർമ്മം ചെയ്യാനുള്ള അഭിഷേകം, അഭിനിവേശം, അത് നീ കാത്തു സൂക്ഷിക്കണം. ദൈവമായ കർത്താവ് പൗലോസ്ലീഹായിലൂടെ തിമോത്തിയോട് പറയുകയാണ്, നീ അത് കാത്തു സൂക്ഷിക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈ ദിവസം ആഴമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ദശാംശം കൃത്യം കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ സാമ്പത്തികമായിട്ട് വീണ്ടും താഴേക്ക് പോകുന്നു കാണുമായിരിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ മറക്കരുത്, നമ്മളെക്കാൾ 100 ഇരട്ടി സഹിച്ചവനാണ് തോബിത്ത്. സകലതും തകർക്കപ്പെട്ട് എല്ലാം ഇല്ലാണ്ടായി തീർന്ന് കാഴ്ച പോലും നഷ്ടപ്പെട്ട് പരിഹാസ വാക്കുകളും കുത്തുവാക്കുകളും ഏറ്റ തോബിത്ത് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അദ്ദേഹം പക്ഷേ സൽക്കർമ്മത്തിൽ മുടക്കം വരുത്തിയില്ല. അദ്ദേഹം അത് വീണ്ടും വീണ്ടും ചെയ്തു. അദ്ദേഹം വീണ്ടും വീണ്ടും സ്നേഹിച്ചു. അദ്ദേഹം വീണ്ടും വീണ്ടും നന്മ ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ റാഫേൽ മാലാഖ വന്നെങ്കിൽ നിന്റെ കുടുംബത്തിൽ വരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അയക്കും എന്ന കാര്യത്തിന് സംശയമില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ ദിവസം തോബിത്തിനെ ഞങ്ങളുടെ മുമ്പിൽ മാതൃകയാക്കി കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ പലപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്മ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചടികളും വേദനകളും ഉണ്ടാകുമ്പോൾ ഞങ്ങളതെല്ലാം നിർത്തി ഈശോയെ പാപത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരുപക്ഷെ പാപം ചെയ്യാനായിട്ട് പോയില്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നന്മ ചെയ്യാനായിട്ട് അവസരം കിട്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നിന്നെ ധിക്കരിച്ചിട്ടുണ്ട്. കർത്താവെ ക്ഷമിക്കണം.
കർത്താവെ, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്നെങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും പ്രാർത്ഥിച്ചാട്ടെ. തമ്പുരാന്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിറയട്ടെ. ഒരുപടി കൂടി തോപത്തിൽ നിറഞ്ഞ അഭിഷേകം നമ്മളിലേക്ക് നിറഞ്ഞ് സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് നന്മ ചെയ്യുവാനുള്ള കൃപ ശക്തമായിട്ട് നമുക്കുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ, കൂട്ടായ്മയിലേക്ക് നീ കടന്നു വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവിയുടെ ഉള്ളിലുള്ള മടുപ്പ് എല്ലാം മാറ്റി അഭിഷേകം കൊടുക്കണമേ, സ്ഥിരത കൊടുക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ, ധന്യമായ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും അത്ഭുതകരമായിട്ട് അഭിഷേകം നിറയട്ടെ. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുവാൻ തക്ക അഭിഷേകം ഓരോ മക്കൾക്കും ഉണ്ടാകട്ടെ. കോപത്തിൽ നിറഞ്ഞ അഭിഷേകം ഈ മക്കളിലേക്ക് നിറയട്ടെ. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധ ദൂതനായ റഫായേൽ മാലാഖയെ ഈ കുടുംബങ്ങളിലേക്കെല്ലാം അയച്ച് അവരെ ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. മാലാഖമാരോട് ചേർന്ന്, പ്രത്യേകിച്ച് വിശുദ്ധ റാഫേൽ മാലാഖയോട് ചേർന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് യേശുവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ തോബിയാസിനോട് ചേർന്ന്, തോബിത്തിനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അവരെല്ലാം സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും ആർജിച്ചവരാണ്. അവരോടെല്ലാം ചേർന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഈ പുണ്യനിമിഷങ്ങളിൽ സ്വർഗം തുറന്ന് സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ അവിടുന്ന് അഭിഷേകം നമുക്ക് നൽകും. നമ്മുടെ കരങ്ങൾ നമുക്ക് നാഥന്റെ പക്കലേക്ക് ഉയർത്താം. നമ്മളെ ആശീർവദിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ കൃപ നൽകുന്ന നല്ല ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കർത്താവേ, നിന്നെ ആരാധിക്കുന്ന ഓരോ മകനും മകൾക്കും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിലനിന്ന് മഹത്വം അന്വേഷിക്കാൻ, അക്ഷയത്വം അന്വേഷിക്കാൻ, ബഹുമാനം അന്വേഷിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവായ ഈശോയെ, ഏതെങ്കിലും വ്യക്തികൾ അങ്ങയെ ഉപേക്ഷിച്ച്, സൽക്കർമ്മം ഉപേക്ഷിച്ച് പൊട്ടപ്രവർത്തികളിലേക്ക് വീണു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിന്റെ നാമത്തിൽ തിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തിയിൽ വിട്ടുമാറി പോകട്ടെ. അങ്ങയോട് ചേർന്നിരിക്കാൻ അഭിഷേകം, തോപത്തിൽ നിറഞ്ഞ അഭിഷേകം, വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അഭിഷേകം. എല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവിന്റെ വചനത്തോടുള്ള വലിയ തീക്ഷ്ണത എല്ലാ മക്കളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നിന്റെ നാമം ഇവരിലേക്ക് നിറയട്ടെ. അത്ഭുതകരമായ അഭിഷേകം അവർക്ക് ഉണ്ടാകട്ടെ. നിലനിൽപ്പിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഉയർച്ചയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. യേശുവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് പീറ്റർ, കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് അൾസറിൻ്റെ അസുഖം. ഏത് സമയവും വയറ്റിൽ അൾസറിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഇവിടെ വന്നു. തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ അൾസറിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും. ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം. രാവിലെ കഴിച്ചു, രാവിലെ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, അപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. വൈകുന്നേരം ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് വന്ന് പറഞ്ഞു, അൾസർ പെട്ടു കേട്ടോ, ഗുളിക വേണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 2 ഗുളിക എൻ്റെ അടുത്ത് തന്ന് അത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, അൾസർ തൊട്ട് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അത്രയും നേരം ഞാൻ കമന്ന് അവിടെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ വയറ്റിൽ തൊട്ട പോലെ തോന്നി. ഉടനെ എൻ്റെ വയറുവേദന മാറുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പലസ്തീനയിലൂടെ നടന്ന കാലഘട്ടത്തിൽ ക്ഷീണമുള്ളവരോട്, രോഗമുള്ളവരോട് മനസ്സലിവോടെ ഇടപെട്ടതുപോലെ തന്നെ ഈശോ നമ്മൾ ധ്യാനിച്ച് ഈ 5 ദിവസങ്ങൾ ഈ ഇവിടെ അട്ടപ്പാടി മലമുകളിൽ നമ്മുടെ കൂടെ, നമ്മുടെ നടുവിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അൾസർ പിടിച്ചിട്ട് ആദ്യ ദിവസം തന്നെ ബുദ്ധിമുട്ടായിട്ട് കിടപ്പിൽ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈശോ വന്ന് അങ്ങോട്ട് തൊട്ട് സുഖപ്പെടുത്തി. ഇത് കാണാനും കേൾക്കാനും ഭാഗ്യം കിട്ടി നമ്മൾ അനുഗ്രഹീതർ. നന്നായിട്ട് കൈയടിച്ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം,
ആശ്രയിച്ച